2023 റിലീസായ മൈ ലവ്ലി വൈഫ് എന്ന വളരെ രസകരമായ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമുക്ക് കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നമ്മുടെ മറ്റ് ചാനലുകളിൽ രസകരമായ ഡ്രാമാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂവിനെ കാണിച്ചുകൊണ്ടാണ്. സൂ ഇപ്പോ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ജന്മന അവൾ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ കുട്ടിക്കാലത്ത് അവളുടെ അമ്മയുടെ മരണം കൺമുന്നിൽ കണ്ട അവൾ ആ ഒരു ട്രോമയ്ക്ക് ശേഷം സംസാരശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ആ മരണവുമായി ബന്ധപ്പെട്ട ദുസ്വപ്നങ്ങൾ അവൾക്ക് വരാറുമുണ്ട്. എന്നിരുന്നാലും ജീവിച്ചല്ലേ പറ്റൂ. ലൈഫിലെ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് അവൾക്കുള്ള ഈ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായി സൂ നന്നായി പാടുപെടുന്നു. സൂവിന്റെ അച്ഛനാവട്ടെ വൈഫിന്റെ മരണശേഷം ആ ഒരു വിഷമവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ആളുടെ ലവറായ ഒരു ലേഡിയെ കല്യാണം കഴിക്കുന്നു. സൂവിന്റെ ഈ സ്റ്റെപ്പ് മദർക്ക് ഓൾറെഡി സൂവിന്റെ തന്നെ പ്രായമുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. അവളുടെ പേര് നിയാൻ എന്നാണ്. നിയാനെ തലയിൽ കയറ്റി വെച്ച് സൂവിനെ ചവിട്ടി തേക്കുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ സൂവിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം അവളുടെ അടുത്തേക്ക് എത്തുന്ന സ്റ്റെപ്പ് മദർ അച്ഛന് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അത് വീട്ടാനായി സൂവിന്റെ അമ്മ സ്ഥാപിച്ച സ്കൂൾ വിൽപ്പനയ്ക്ക് വെക്കാനായി അച്ഛൻ തീരുമാനിക്കുന്നെന്നും അവളോട് പറയുമ്പോൾ അതെങ്ങനെ അച്ഛന് വിൽക്കാൻ സാധിക്കും? അത് അച്ഛന്റെ സ്വത്തൊന്നും അല്ല, എന്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു അത്. എന്റെ അമ്മ ആ സ്കൂൾ ഉണ്ടാക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അത് അങ്ങനെ അച്ഛന് വിറ്റ് കളയാനുള്ളതല്ല എന്ന് എതിർക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നതിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ തന്നെ വന്ന് പരിശോധിച്ച് നോക്ക്, അപ്പൊ മനസ്സിലാവുന്നു പറഞ്ഞ് സ്റ്റെപ്പ് മദർ അവളെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുപോകുന്നത് അച്ഛന്റെ അടുത്തേക്കല്ല, മറിച്ച് മറ്റൊരിടത്തേക്കാണ്. അവളെ പോകുന്ന വഴി ബോധം കെടുത്തി അവർ ഒരു ഹോട്ടൽ റൂമിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ഒരു ഇൻവെസ്റ്റർക്ക് അവളെ കാഴ്ചവെക്കുക എന്നതാണ് ആ സ്ത്രീയുടെ ഉദ്ദേശം. പക്ഷെ അവളുള്ള മുറിയുടെ താക്കോല് അയാൾക്ക് ആ സ്ത്രീ നൽകി അയാള് റൂമിലേക്ക് പറഞ്ഞു വിടും മുന്നേ ബോധം വരുന്ന സൂ അവിടെ മറിഞ്ഞിരിക്കുകയും അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പക്ഷെ പുറത്തെത്തുന്ന അവളെ അവർ ചേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരന്റെ അടുത്തേക്ക് അവൾ എത്തിപ്പെടുമ്പോൾ അയാൾ അവളെ ഒരു മുറിയിലേക്ക് ഇട്ട് ലോക്ക് ചെയ്യാണ്. ആദ്യം എന്താണ് കാര്യമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇവളെ ട്രാപ്പ് ആക്കാനായി ഒരു ശ്രമം നടക്കുന്ന ഇതേ സമയം തന്നെ അവിടെ മറ്റൊരു കാര്യവും നടക്കുന്നുണ്ട്. നമ്മുടെ കഥാനായകനായ മിങ് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സിഇഒ ആണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് മിങ്ങിന്. അവന്റെ കുട്ടിക്കാലത്തൂടെ കടന്നുപോയ ആ ട്രോമകൾ മൂലം അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് മിങ് വന്നതാണ്. അത്ര പെട്ടെന്നൊന്നും മിങ് ആരെയും വിശ്വസിക്കില്ല. സ്വന്തം അച്ഛന്റെ മരണത്തിൽ പോലും മിങ്ങിന് തന്റെ അങ്കിളിനെയും ഒപ്പം തന്നെ മറ്റൊരു ബിസിനസ് ഫാമിലിയായ സൂ ഫാമിലിയും ഡൗട്ട് ഉണ്ട്. സൂ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ സൂവിന്റെ ഫാമിലി തന്നെ. ഈ മിങ്ങിനെ ഇപ്പൊ അവന്റെ അച്ഛന്റെ മരണശേഷം കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് തടയാനായി അവന്റെ അങ്കിൾ ഒരു പ്ലാൻ ഇടുന്നു. അവനെ ഒരു ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവന്ന് അവനൊരു പെൺകുട്ടിയുമായി അവിടെ ഉണ്ടെന്ന രീതിയിൽ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് അവനെ കൊടുക്കുന്ന ചില വീഡിയോസ് ക്യാപ്ചർ ചെയ്യുക. നേരിട്ട് അവൻ ഒരിക്കലും ഒരു പെണ്ണിന്റെ മുന്നിലും ഇംപ്രസ്ഡ് ആവില്ല, മറിച്ച് അവനെ ലഹരി വസ്തു കൊടുത്ത് അങ്ങനെ ആക്കിയെടുക്കണമെന്ന പ്ലാനിങ്ങിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ എന്തായാലും സൂവിനെ പൂട്ടിയിട്ട് അതേ മുറിയിലേക്ക് തന്നെ ആ ഹോട്ടൽ സ്റ്റാഫ് ലഹരി വസ്തു കൊണ്ട് ആകെ മത്ത് പിടിച്ചിട്ടുണ്ടായിരുന്ന മിങ്ങിനെ എത്തിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ ആ മുറിയിലാകുമ്പോൾ ഈ സ്റ്റാഫ് വിചാരിക്കുന്നത് മിങ്ങിനെ കൊടുക്കാനായിട്ടുള്ള പെണ്ണ് നമ്മുടെ സൂ ആണെന്നാണ്. അവളല്ല അതെന്ന് അറിയാതെയാണ് അയാൾ അവളെ ആ മുറിയിൽ എത്തിച്ചത്. എന്തായാലും തന്റെ മുന്നിലിരിക്കുന്ന മിങ് ആരാണെന്നൊന്നും സൂവിന് അറിയില്ല. അവൾ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അയാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ മിങ് ആകട്ടെ ആകെ മത്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവളോട് മിസ്ബിഹേവ് ചെയ്യാനായി ഒരു മിനിറ്റ് നോക്കുന്നുണ്ട്. കാരണം അവനെ ആ ഒരു ഏർജ് അവനിൽ നൽകുന്ന എന്തോ ലഹരി വസ്തുവാണ് നൽകിയിരിക്കുന്നത്. ആദ്യം മനസ്സിൽ അവൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആ ഒരു ബോധത്തിൽ അവൻ അവളോട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരുവിധം അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുമുണ്ട്. അപ്പോഴേക്കും ഈ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡ്രോൺ ക്യാമറ വഴി ആ ഒരു വീഡിയോ പിടിക്കുന്നതും നമുക്ക് കാണാം. എന്തായാലും കാര്യമായി അവിടെ ഒന്നും നടന്നില്ല താനും. എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് അച്ഛന്റെ മരണശേഷം ചാർജ് എടുക്കാനായി നമ്മുടെ മിങ് എത്തുന്നു. മിങ്ങിന്റെ അങ്കിൾ അവൻ ഈ ചാർജ് എടുക്കാതിരിക്കാനായി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരാളാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും സൂ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് സ്റ്റെപ്പ് മദർ അവൾക്ക് ഇട്ട് കൊടുത്ത വലിയ പണിയുണ്ടല്ലോ അതിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. സ്റ്റെപ്പ് മദർ പറയുന്നതേ കേൾക്കുന്നുള്ളൂ. സ്റ്റെപ്പ് മദറിനോട് തിരക്കുമ്പോൾ ഇവളെ ഉപദ്രവിക്കാനായിട്ടൊന്നും ആ പണക്കാരൻ നോക്കിയതല്ല. അയാൾക്ക് ഇവളിലൊരു താല്പര്യമുണ്ട്. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ കടങ്ങളൊക്കെ ഏറ്റെടുത്തോളും. അത് നല്ലൊരു ഓഫർ ആയിട്ട് എനിക്ക് തോന്നിയെന്നല്ല അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. തന്റെ വാക്കുകൾ വിശ്വസിക്കാതെ സ്റ്റെപ്പ് മദറിന്റെ കള്ളം മാത്രം അച്ഛൻ വിശ്വസിക്കുന്നതിൽ അവൾക്ക് അച്ഛനോട് നല്ല വിദ്വേഷമുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ സ്കൂളും അച്ഛൻ വിൽപ്പനയ്ക്ക് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അതിനെ എതിർക്കുമ്പോൾ അത് സംരക്ഷിക്കാൻ മാത്രം എന്തെങ്കിലും മൂല്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വിറ്റാ കുറച്ച് കാശ് കിട്ടും, അങ്ങനെയെങ്കിലും കടം മാറ്റാലോ എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. പക്ഷെ അമ്മയുടെ ആ ഒരു സ്കൂള് അങ്ങനെ വിൽപ്പനയ്ക്ക് വിട്ടുകൊടുക്കാനായി തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ആ സ്കൂൾ എനിക്ക് ഒട്ടും മൂല്യമില്ലാത്ത ഒന്നാണ്, അത് വിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന എന്റെ അഭിപ്രായമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവൾ അതിനെ ശക്തമായി തന്നെ അച്ഛന്റെ ഈ ഭാര്യയുടെ വാക്കുകൾ കേട്ട് തുള്ളുന്ന ഒരാളെന്ന് അച്ഛനെ സംബോധന ചെയ്ത് എതിർക്കുമ്പോൾ ദേഷ്യത്തിൽ അച്ഛൻ അവളെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ ആ സംഭവങ്ങൾ അവിടെ നടന്ന ശേഷമാണ് അങ്ങോട്ടേക്ക് സൂവിന്റെ സ്റ്റെപ്പ് സിസ്റ്ററായ നിയാൻ വരുന്നത്. ഇത് കണ്ടോ അച്ഛ അമ്മയെന്നും പറഞ്ഞു അവൾ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് വീട്ടുകാരുടെ മുന്നിൽ കാണിക്കുന്നത്. മറ്റൊന്നും അല്ല, കഴിഞ്ഞ ദിവസം മിങ്ങും സൂവും ഒന്നിച്ചുണ്ടായിരുന്ന കണക്ക് ഒരു വീഡിയോ വൈറലായിരിക്കുന്നു. ഇത് കണ്ട് ഇവർ ആകെ ഷോക്ക് വന്നു. കാരണം ആ വീഡിയോയിലുള്ളത് കോടീശ്വരനായ മിങ് ആണെന്ന് അവർക്ക് വ്യക്തമായിരുന്നു. ഇതേ ടീം മിങ്ങിന്റെ അടുത്തെത്തുന്ന അങ്കിൾ നിന്റെ ഈ വീഡിയോ
വൈറലായിട്ടുണ്ട്. ഇത്തരം ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാൾ എങ്ങനെ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കും, വേഗം സ്ഥാനം ഒഴിഞ്ഞു പൊക്കോന്നൊക്കെ പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് എന്തോ ഒരു കുഴപ്പം. ആ വീഡിയോയിലുള്ളത് ഞാനും എന്റെ ഫിയാൻസിയ, ഞങ്ങളുടെ പ്രൈവറ്റ് ആയ നിമിഷങ്ങൾ ആരാണ് പകർത്തി പബ്ലിക്കിന്റെ മുന്നിൽ എത്തിച്ചതെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ അതിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നല്ല മിങ് പറയുമ്പോൾ നിന്റെ ഫിയാൻസിയോ, അവളുടെ പേരും ഡീറ്റെയിൽസ് എന്താണെന്ന്, താൻ ഉണ്ടാക്കിയ കെണിയാണെന്ന്, താൻ അറേഞ്ച് ചെയ്ത പെണ്ണാണെന്ന് എന്ന് വിശ്വസിക്കുന്ന അങ്കിൾ അവിടെ പറയുന്നുണ്ട്. അങ്കിളിന് അറിയില്ല ഇവിടെ പെണ്ണ് മാറിപ്പോയ കാര്യമൊന്നും. എന്തായാലും അങ്കിളിന്റെ ചോദ്യത്തിന് അവളുടെ പേര് സു എന്നാണ്, അത്രയും ഞാനിപ്പോ പറയുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് താല്പര്യമില്ലാന്ന് അവൻ പറയുന്നു. കാരണം തന്നെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ലീക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ മൊമെന്റ് തന്നെ മിങ് തന്റെ കൂടെയുള്ള ആ പെൺകുട്ടി ആരാണ് എന്താണെന്ന് ഡീറ്റെയിൽസ് തന്റെ സ്റ്റാഫ്സിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു. അങ്ങനെ അങ്കിളാകട്ടെ പോയ ശേഷം തന്റെ സ്റ്റാഫിനോട് എത്രയും പെട്ടെന്ന് അവളെ എന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മിങ് നിർദ്ദേശം നൽകുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ സു വീട്ടിലല്ലല്ലോ നിൽക്കുന്നത്, അവളെ സ്റ്റെപ്പ് മദർ ഒക്കെ അടിച്ച് പുറത്താക്കിയിരിക്കല്ലേ. അവൾ തനിയൊരു താമസ സ്ഥലത്താണ് കുറച്ച് നാളായി തന്നെ താമസിക്കുന്നത്. അവിടെ എത്തി സ്റ്റെപ്പ് മദർ ബലമായി പിടിച്ചോണ്ട് പോവാണ്. കഴിഞ്ഞ ദിവസം അവർ ഒരു ഇൻവെസ്റ്റർക്ക് ഡീൽ വെച്ചിരുന്നല്ലോ ഇവളെ നൽകാമെന്ന്, അത് ചീറ്റിപ്പോയി. ഇപ്പൊ വീണ്ടും അതേ കാര്യത്തിനായിട്ടാണ് പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നത്. അങ്ങനെ ഒരു കാറിൽ വെച്ചാണ് അവളെ അയാൾക്ക് കൈമാറാനായി നോക്കുന്നത്. അയാൾ അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവിടെ വെച്ചും അയാൾ ആക്രമിച്ച് പുറത്തിറങ്ങി ഓടാനായി സൂവിന് സാധിക്കുന്നു. പക്ഷെ അവളെ പിന്തുടർന്ന് വീണ്ടും ആളുകൾ എത്തുമ്പോഴേക്കും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവിടേക്ക് എത്തുന്ന മിങ്ങാണ്. ആക്രമികളെ മിങ് അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ടെങ്കിലും ഈ മുന്നിൽ നിൽക്കുന്ന മിങ്ങിനെ കണ്ട് സു ആകെ പേടിച്ചിരിക്കുന്നു. അവളുടെ പേടി കാണുന്ന മിങ് അവളോട് പേടിക്കേണ്ട, കഴിഞ്ഞ ദിവസം നീ എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവൾ കഴിഞ്ഞ ദിവസം അവനെ കടിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്ന മിങ് സേഫ് ആണെന്ന് തോന്നുന്ന സു അങ്ങനെ മിങ്ങിന്റെ കൂടെ പോകുന്നു. മിങ് ആകട്ടെ സുവിനോട് ഇവരുടെ വീഡിയോയെ പറ്റി സംസാരിക്കുന്നു. ആ വീഡിയോയെ തുടർന്ന് തന്റെ റെപ്യൂട്ടേഷൻ വല്ലാതെ ബാധിക്കപ്പെട്ടുവെന്നും തന്റെ പേര് കളങ്കപ്പെടാതെ ഒരു തെറ്റും ചെയ്യാത്ത കാര്യത്തിൽ താൻ വലിച്ചിഴക്കപ്പെടാതിരിക്കാനായി ഒരു ഫേക്ക് എൻഗേജ്മെന്റ് അവളുമായി നടത്തിയേ സാധിക്കുമെന്നും അതിനവൾ സമ്മതിക്കണമെന്നും അവൻ ആവശ്യപ്പെടുമ്പോൾ ആദ്യം അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇത് അവൾക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു കോൺട്രാക്ട് ഫേക്ക് എൻഗേജ്മെന്റ് മാത്രമായിരിക്കുമെന്നും അതുകൊണ്ട് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നും അവൻ ആവർത്തിക്കുമ്പോൾ അവൾ എന്ത് മറുപടി പറയുമെന്നറിയാനായി പുറംതിരിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിങ്. പക്ഷെ അപ്പോഴേക്കും സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുന്നു എന്ന മെസ്സേജ് ലഭിച്ചതിനെ തുടർന്ന് അവനൊരു മറുപടിയും കൊടുക്കാതെ വേഗം അവിടെ നിന്ന് സു പുറപ്പെട്ടു പോകുന്നുണ്ട്. സ്കൂളിലെത്തുമ്പോൾ ആ സ്കൂൾ തന്റെ അച്ഛൻ വിൽപ്പനയ്ക്ക് വെക്കാൻ പോകുന്നു എന്ന ഒരു കാര്യത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെയാണ് സുവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അവിടെ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പേരൻസ് ആണ് പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന സു അവർക്കൊരു വാക്ക് നൽകുകയാണ്. ഇവിടുത്തെ ഒരു ടീച്ചർ എന്ന നിലയിലും ഈ സ്കൂളിന്റെ ഉടമയുടെ മകൾ എന്ന നിലയിലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്, ഒരിക്കലും ഈ സ്കൂള് വിൽക്കുന്നതല്ല എന്ന്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു ഐഡിയ ഇല്ല. കുറെ ആലോചിച്ച ശേഷം അവൾ മിങ്ങിനെ കാണാനായി പോകുന്നു. അവനെ കണ്ടപാടെ കഴിഞ്ഞ ദിവസത്തെ ഒന്നും പറയാതെയുള്ള ആ പോക്കിനെ പറ്റി ആദ്യമേ സോറി ചോദിക്കുന്നു. തന്റെ അമ്മയുടെ സ്കൂള് തനിക്ക് നഷ്ടമാവുന്നതിൽ നിന്ന് എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്നും ആ സ്കൂള് തിരിച്ച് നേടാനായി തന്നെ സഹായിക്കുന്നതിന് പകരമായി മിങ് പറഞ്ഞ കണക്ക് ഫേക്ക് എൻഗേജ്മെന്റിന് താൻ തയ്യാറാണെന്നും സു അറിയിക്കുമ്പോൾ മിങ് അതിന് സമ്മതിക്കുന്നു. പക്ഷെ അവനും ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ പ്രകാരം അവൻ പറയുന്ന കണക്ക് തന്നെ അവൾ പെരുമാറണം. അവന്റെ ഫാമിലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവന്റെ താമസ സ്ഥലത്ത് തന്നെ അവൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് റൂം അറേഞ്ച് ചെയ്യുന്നു. അവിടെ അവൾക്ക് ഫുൾ അധികാരമുണ്ട്. പക്ഷേ തന്റെ റൂമിലേക്ക് അവൾ കടന്നു വരാനേ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കൂടാതെ കോൺട്രാക്ടിന്റെ കാലാവധി അവൻ തീരുമാനിക്കും. കാലാവധി കഴിഞ്ഞ ശേഷം പിന്നെയും അവളൊന്നും ഡിമാൻഡ് ചെയ്ത് വരാൻ പാടില്ലെന്നും കോൺട്രാക്ടിന്റെ കാലാവധി കഴിയുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും കഴിയുമെന്നും അവൻ അവളെ ഓർമ്മപ്പെടുത്തുന്നു. അവൾ അതിനൊക്കെ സമ്മതമായിരുന്നു. അവൾക്ക് ടീച്ചിങ് ജോബ് വലിയ ഇഷ്ടമാണ്, അത് ചെയ്യാൻ അനുവദിക്കണം എന്നൊരു കാര്യം മാത്രം അവൾ ആവശ്യപ്പെടുമ്പോൾ അച്ഛന്റെ അടുത്ത് നിന്ന് ആ സ്കൂള് സംരക്ഷിക്കാനായി മിങ്ങിന് ആ സ്കൂള് വാങ്ങേണ്ടി വന്നാലും തന്നെ അവിടെ ടീച്ചറായിക്കോ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നതാണ് അവൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മിങ് അത് നിന്റെ പെരുമാറ്റം അനുസരിച്ചിരിക്കും. ഒരു 100 പോയിന്റ് ഞാൻ തരാം. നമ്മുടെ കോൺട്രാക്ട് അവസാനിക്കുമ്പോഴേക്കും ആ 100 പോയിന്റ് നഷ്ടമാവാത്ത രീതിയിൽ നീ പെരുമാറിയാൽ നിനക്ക് അവിടെ ടീച്ചറായി ജോലി ചെയ്യാമെന്ന് അവൻ അവൾക്കൊരു ചലഞ്ച് നൽകുന്നു. അങ്ങനെ അവനെ പറ്റിയും അവന്റെ വീട്ടുകാരെ പറ്റിയും ഒക്കെ അവൾക്ക് ചെറിയ രീതിയിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശന്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും മുന്നിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. സു ഫാമിലിയിലെ പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന സു എന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കുടുംബത്തിന്റെ ശത്രുവാണ് അവർ, അത് ബിസിനസ് പരമായാലും പേഴ്സണൽ പരമായാലും. എന്നിട്ട് എങ്ങനെ ആ ഒരു പെൺകുട്ടിയെ നിനക്ക് പ്രണയിക്കാനായി തോന്നിയെന്നില്ല മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പോൾ മിങ് മുത്തശ്ശനെ സമാധാനിപ്പിക്കാനായി, മുത്തശ്ശ എനിക്ക് ഈ പ്രതികാര കഥ എല്ലാം അറിയാം, അവരോട് പ്രതികാരം വീട്ടാനായി തന്നെയാണ് ഞാൻ ആ കുടുംബത്തിലെ പെൺകുട്ടിയെ തന്നെ പ്രണയിച്ചത്. പ്രതികാരം വീട്ടിയ ശേഷം മുത്തശ്ശൻ പറയുന്ന കണക്ക് ചെയ്യാമെന്നല്ല അവൻ ചുമ്മാ പറയുമ്പോൾ, എങ്കിൽ പ്രതികാരത്തിന് ശേഷം അവളെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അതിനൊന്നും അല്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതെങ്കിലും മിങ് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനായി അതിനൊക്കെ സമ്മതിക്കുന്നു. എന്തായാലും അതിനുശേഷം തന്റെ അസിസ്റ്റന്റുമായി മിങ് സംസാരിക്കുന്ന ടൈമാണ് ഈ സൂവിന്റെ അമ്മയ്ക്ക് തന്റെ അച്ഛനുമായി പണ്ട് ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമല്ല മിങ് മനസ്സിലാക്കുന്നത്. മിങ്ങിനോട് ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം ഈ ഒരു നാടകം കളിയാണെങ്കിൽ പോലും അത് ശരിയാവില്ലാത്ത മട്ടില് അസിസ്റ്റന്റ് സംസാരിക്കുമ്പോൾ ഒന്നാമത് ഇതൊരു ഫേക്ക് കോൺട്രാക്ട് എൻഗേജ്മെന്റ് ആണ്. അതിലുപരി ഞാൻ എന്റെ അച്ഛന്റെ സ്വന്തം മകനല്ല എന്ന് എനിക്കറിയാലോ, അച്ഛന്റെ ഭാര്യയുടെ മകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല
പോലെയല്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അച്ഛന്റെ റിയൽ മകൻ അല്ലെങ്കിലും താങ്കൾ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒക്കെ ഒരേ ഒരു അവകാശിയാണ്, അതുകൊണ്ട് തീർച്ചയായും എല്ലാം നോക്കേണ്ടതായിട്ടുണ്ടെന്ന് ടീയെ ഓർമ്മപ്പെടുത്തുമ്പോൾ മിങ് അതൊന്നും കാര്യമാക്കുന്നില്ല. ഇതേ ടീം മിങ്ങിന്റെ ചില ബന്ധുക്കളൊക്കെ തന്നെ സൂവിനെ പറ്റി മോശമായി അവളുടെ മുന്നിൽ ഇരുന്ന് കമന്റ് അടിക്കുന്നുണ്ട്. അവൾ ഒരു ഊമയാണ്, മറുപടി ഒന്നും പറയില്ല എന്ന രീതിയിലാണ് അവർ അവളെ ഇരുത്തി അങ്ങ് അപമാനിക്കാൻ നോക്കുന്നത്. പക്ഷെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിന്റെ സഹായത്തോടെ അവർ പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കാനായി സൂവിന് സാധിക്കുന്നു. ഒപ്പം തന്നെ താൻ അത്ര മോശക്കാരിയൊന്നും അല്ലെന്നും തന്നെ മിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും അവന്റെ ഫസ്റ്റ് ലവ് താനാണെങ്കിൽ തനിക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നുമെല്ലാം സൂ മറുപടി പറയുന്നു. അതൊക്കെ തന്നെ മിങ് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പിന്നീട് അവളോട് എന്റെ ഫസ്റ്റ് ലവ് നീയാണെന്നൊക്കെ എന്നെ പറ്റി റൂമർ പറയുന്നതിന് 100-ന്ന് 5 പോയിന്റ് ഞാൻ കുറച്ചിട്ടുണ്ടെന്ന് അവളെ കളിയാക്കുകയും ചെയ്യുന്നു. അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് അവൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെ തെറ്റിച്ചാണ് അവൾ പെരുമാറുന്നത്. ഇപ്പൊ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന സമയത്ത് അവനൊരു ഫിഷ് അലർജിയാണ്. പക്ഷെ ആ ഫിഷിന്റെ ഡിഷ് അവിടെ ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് കഴിക്കാതിരുന്നിട്ടും എല്ലാവരുടെ മുന്നിൽ അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന ഒരു കാര്യം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനായി അവൾ ഫുഡൊക്കെ അവന് വിളമ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ ആ ഫിഷും സെർവ് ചെയ്യുന്നുണ്ട്. ഇതവിടെ ഉണ്ടായിരുന്ന തന്റെ അങ്കിൾ നോട്ടീസ് ചെയ്തോന്ന് ആകെപ്പാടെ അവന് ടെൻഷൻ ആവുന്നു. കാരണം അവൻ ഈ ഫിഷ് അലർജി ആണെന്നത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീട്ടിലുള്ള. എന്നിട്ട് അവൾ ഇത് ചെയ്തല്ലോ എന്ന് കലിപ്പാവുന്ന അവൻ അത് അവളോട് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തല്ലോ എന്നുള്ള കലിപ്പില് അവളുടെ 10 പോയിന്റും കൂടി റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഇങ്ങനെ സു കല്യാണം കഴിച്ചാൽ അവൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ലേഡിയായി മാറും. അതുകൊണ്ട് ഈ കല്യാണം എങ്ങനെയും മുടക്കണം. അവൾ അങ്ങനെ വലിയ ആളായി കഴിഞ്ഞാൽ അവൾ തീർച്ചയായും നമ്മളോട് പ്രതികാരം വീട്ടും. അതുകൊണ്ട് ഇത് എങ്ങനെങ്കിലും മുടക്കേ പറ്റുന്ന സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും കൂടി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി സുവിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയ നിയാന്റെ നേരെ മിങ്ങിന്റെ അടുത്തെത്തി അവളെ പറ്റി മോശമായി പലതും പറയുന്നുണ്ട്. അവൾക്ക് പല പുരുഷന്മാരായും ബന്ധമുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നതൊന്നും തന്നെ മിങ് കാര്യമാക്കുന്നില്ല. മിങ് തന്റെയും സുവിന്റെയും റിലേഷൻഷിപ്പിന്റെ കാര്യം പ്രസ് മീറ്റ് നടത്തി അറിയിക്കാനായുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് പല റിപ്പോർട്ടേഴ്സിന്റെയും നമ്പറിലേക്ക് സുവിന്റെ ചില മോശപ്പെട്ട പിക്ചേഴ്സ് എത്തുന്നുണ്ട്. ആക്ച്വലി അവളെ ഉപദ്രവിക്കാനായി സ്റ്റെപ്പ് മദറിന്റെ സഹായത്തോടു കൂടി ഒരാൾ ശ്രമിച്ചിരുന്നില്ലേ. അപ്പൊ അയാളുടെ മുഖം വ്യക്തമാവാത്ത രീതിയിൽ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസ് ആണ്. അവളുടെ മുഖം വ്യക്തമാണ്. ഇത്തരം ഒരു മോശക്കാരിയായ പെൺകുട്ടിയാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നെല്ലാം ഇങ്ങനെ നേരെ ക്വസ്റ്റനിങ് വരുമ്പോൾ ഇതിലൊന്നും താൻ തെറ്റുകാരിയല്ലെന്ന് തന്റെ ഭാഗം സുവിന് പറയണമെന്നുണ്ടെങ്കിലും അവൾക്ക് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ടും സൈൻ ലാംഗ്വേജ് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി അവിടെ അങ്ങനെ സൈൻ ലാംഗ്വേജ് അറിയാത്ത ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് അവൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരു ക്ലാരിറ്റി നൽകാൻ കഴിയുന്നില്ല. എങ്കിലും അവൾ താൻ തെറ്റുകാരിയല്ല എന്നത് മിങ്ങിനോട് പറയാനായി നോക്കുമ്പോൾ അവൻ അവളെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭാഗത്തെ സത്യസന്ധത പുറത്തു കൊണ്ടുവരാനായി അവൻ അവളെ സഹായിക്കാമെന്നും ഏൽക്കും. തന്നെ സഹായിക്കാമെന്ന് മിങ് ഏൽക്കുന്നത് തന്നോടുള്ള ഒരു കെയർ കൊണ്ടല്ല, മറിച്ച് തന്നെ പറ്റി മോശമായ കാര്യങ്ങൾ കേട്ടാൽ അവനെ തന്നെ വളരെയധികം ബാധിക്കും. കാരണം അവൻ അവളുടെ കൂടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, കൂടാതെ എൻഗേജ്മെന്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. ആ കാര്യങ്ങൾ കൊണ്ട് അവനെയും അവളെ പറ്റിയുള്ള മോശമായ വാർത്ത അഫക്ട് ചെയ്യും എന്നതാണെന്ന് അവൻ അവന്റെ സ്റ്റാഫുമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സു കേൾക്കുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ അവളെ സഹായിക്കേണ്ടതും ഇപ്പോഴുള്ള ഈ കോൺട്രാക്റ്റും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായി തയ്യാറാണെന്നും പറയുമ്പോൾ നീ വെറുതെ എടുത്തു ചാടണ്ട, എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഓർത്ത് ആ രീതിയിൽ പ്രവർത്തിക്കാൻ നിൽക്കാൻ വേണ്ട, ഞാൻ പറയുന്ന ഒന്നും വലിയ കാര്യമൊക്കെ എടുത്ത് തല പുകയ്ക്കാതെ പോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് അവൻ അവളെ പറഞ്ഞു വിടുന്നു. പിന്നീട് വീണ്ടും ഈ സ്റ്റെപ്പ് മദറും നിയാനും ഒക്കെ കൂടി ചേർന്ന് സൂവിനെ മോശക്കാരിയാക്കാനായി പലതും ചെയ്ത് കൂട്ടുന്നുണ്ടെങ്കിലും ആ ഫോട്ടോസ് ഒക്കെ ഫേക്ക് ആണ്, അതിൽ സൂവിന് ഒരു പങ്കുമില്ല, അവളെ ട്രാപ്പ് ആക്കിയതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന മിങ്ങിന് അവരുടെ വാ അടപ്പിക്കാനും സൂവിനെ പബ്ലിക്കിന്റെ മുന്നിൽ നാണം കെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കുന്നു. സൂ ഒരുപാട് ഹാപ്പി ആവുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ അതിന്റെ ഇടയ്ക്ക് ചെയ്തു കൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ അവളുടെ ഒരു 50 പോയിന്റും കൂടി കുറയ്ക്കുന്നുണ്ട്. ഓരോ പോയിന്റായിട്ട് ഇവൻ കുറച്ച് ഇപ്പൊ നല്ലൊരു എമൗണ്ട് പോയിന്റ് തന്നെ തനിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണുന്ന അവൾക്കും ടെൻഷൻ ആവുന്നു. ഈ പോയിന്റ് ഒക്കെ 100 ആയിട്ട് വേണം അവൾക്ക് ടീച്ചറായി സ്കൂളിൽ ജോയിൻ ചെയ്യാനായി. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്നു. ഈ പ്രസ് മീറ്റ് നടത്താനായി ഇവരെത്തിയിരുന്നത് വലിയൊരു ലക്ഷറി ഹോട്ടലിലാണ്. അവിടെ ഇത് കൊളമാക്കാനായി സൂവിന്റെ സ്റ്റെപ്പ് മദർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വെച്ച് സ്റ്റെപ്പ് മദർ ഒരു ക്ലീനിങ് സ്റ്റാഫിനോട് സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച സൂ കാണുന്നുണ്ട്. അവൾക്ക് അവരെ കാണുമ്പോഴേ എവിടോ കണ്ടു മറന്ന ഒരു പരിചയം തോന്നുന്നു. തുടർന്ന് ആ സ്റ്റാഫിനെ പറ്റി അവിടെ മിങ്ങിന്റെ പിയുടെ സഹായത്തോടു കൂടി സൂ അന്വേഷിക്കുമ്പോഴാണ് ഈ സ്റ്റാഫാണ് പണ്ട് തന്റെ വീട്ടിൽ മെയ്ഡായിട്ട് നിന്നതെന്നും ഇവരായിരുന്നു തന്റെ അമ്മയ്ക്ക് എപ്പോഴും മരുന്നെടുത്ത് കൊടുക്കാറുണ്ടായിരുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. ഈ സ്റ്റെപ്പ് മദറിന്റെ വലങ്കൈയാണെന്ന് ഇപ്പൊ അവരുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ തന്റെ അമ്മ മരിക്കാൻ കാരണം സ്റ്റെപ്പ് മദർ തന്നെയാണെന്ന് അവൾക്ക് മുന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് മദർ ഈ ജോലിക്കാരിയെ കൊണ്ട് അമ്മ കഴിക്കാൻ പാടില്ലാത്ത മരുന്ന് അമ്മയെ കൊണ്ട് ഡെയിലി ബേസിസിൽ മരുന്ന് മാറ്റി കഴിപ്പിച്ച് അങ്ങനെ തന്റെ അമ്മയ്ക്ക് വയ്യാഴിക വന്നതാണെന്ന് വ്യക്തമാവുന്ന അവൾ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാനും അറിയാനും ഒക്കെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവളോട് പിണക്കത്തിലായിരുന്ന അച്ഛൻ സംസാരിക്കാനായി ആദ്യം കൂട്ടാക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന നിയാനും സൂ അച്ഛനോട് സംസാരിക്കാതിരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂ പതിയെ അച്ഛന്റെ അടുത്തിരുന്ന് സംസാരിച്ച് അച്ഛന്റെ മനസ്സ് മാറ്റുന്നു. പണ്ടത്തെ കണക്ക് അവൾ അച്ഛന്റെ കൂടെ ചൂണ്ടയിടാനൊക്കെ പോകുന്നുണ്ട്. അവരങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കാണുന്ന സ്റ്റെപ്പ് മദർക്ക് ഇവൾ വീണ്ടും അവളുടെ അച്ഛന്റെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റുമോ എന്ന് ഭയങ്കര പേടി. കാരണം ഈ അച്ഛനെ അവൾക്കെതിരെ തിരിക്കാനായി സ്റ്റെപ്പ് മദർ നന്നായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം വേണമെന്ന് വെച്ച് തന്നെ തന്റെ അമ്മയുടെ ഡയറിയുടെ കാര്യമൊക്കെ തന്നെ സൂ തിരക്കുന്നുണ്ട്. അത് സ്റ്റോർ റൂമിൽ കാണുമെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഇവളെന്തിനിപ്പോ അമ്മയുടെ ഡയറി തപ്പുന്നതെന്ന് മട്ടില് സ്റ്റെപ്പ് മദർക്ക് ടെൻഷൻ ആവുന്നു. തുടർന്ന് അവൾ ആ ഡയറി എടുക്കാനായി അങ്ങോട്ടേക്ക് എത്തും മുന്നേ അവർ ആ ഡയറി കൈക്കലാക്കി അവിടെ നിൽപ്പുണ്ട്. അവളാകട്ടെ എന്റെ അമ്മയെ കൊന്നത് നിങ്ങളല്ലേ, നിങ്ങൾക്ക് എന്റെ അമ്മയുടെ മരണത്തിൽ പങ്കില്ലെന്നെല്ലാം ചോദിച്ചു സ്റ്റെപ്പ് മദറിന്റെ വായിൽ നിന്ന് പലതും പുറത്ത് കൊണ്ടുവരാനായി നോക്കുന്നുണ്ടെങ്കിലും അതിബുദ്ധിശാലിയായ അവർ അവളുടെ കയ്യിൽ റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ടെന്ന് കണ്ടു തന്നെ ഒന്നും മിണ്ടാതെ അത് പിടിച്ചു വാങ്ങി ഓഫ് ചെയ്യുകയും ഇനി എന്തെങ്കിലും തനിക്കെതിരെ പ്ലാൻ ചെയ്താൽ അവളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അന്നാകട്ടെ അവൾ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അവളെ കാണാനായി അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മിങ് അങ്ങോട്ടേക്ക്
വരുന്നുണ്ട്. മിങ്ങിനാണ് അവിടെ നല്ലൊരു സ്വീകരണവും ലഭിക്കുന്നില്ല. സുവിന്റെ അച്ഛന് അവനെ തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും മൈൻഡ് ചെയ്തില്ല. അവളുടെ റൂമിൽ തന്നെ അവന് കിടക്കാനായി സൗകര്യം അറേഞ്ച് ചെയ്യുന്നു. ഒരു പില്ലോയും ബെഡ്ഷീറ്റും കൊടുത്ത് തറയിൽ കിടന്നോളാനായി പറയുമ്പോൾ അവൻ ആദ്യമേ കട്ടിലയിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. പക്ഷെ കട്ടിലയിൽ കിടക്കണമെന്ന് വാശിയുള്ള സു അവനെ താഴെ ഇറക്കാനായി എന്നും രാത്രി അവൾക്ക് ഈ പാട്ട് കേട്ട് കിടന്നാലേ ഉറക്കം വരുള്ളൂന്നും പറഞ്ഞ് കേട്ടാൽ തന്നെ പേടിയാവുന്ന ഒരുമാതിരി പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നു. അത് അവളെ ഓഫ് ചെയ്യണമെങ്കിൽ അവളെ ബെഡിൽ കയറ്റി കിടത്തിയേ പറ്റൂ. ഇത് ഇവൾ ഇട്ടോണ്ടിരുന്നാൽ തനിക്ക് ഉറങ്ങാനേ സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന മിങ് തറയിൽ കിടന്നു കൊടുത്ത് അവളുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസമാട്ടെ ഉറക്കമുണ്ടായിരുന്ന മിങ് വേഗം റെഡിയായി സുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ സർവ്വ കമ്പനിയും വാങ്ങാൻ താൻ തയ്യാറാണെന്നും സെയിലിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ നീ ഇപ്പോ മടങ്ങി എത്തിയിരിക്കുന്നത് അവന് കച്ചവടം നടത്താൻ വേണ്ടിയല്ലേ? നീ വന്നപ്പോ എന്റെ മകളെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ സന്തോഷിച്ചു പോയിന്നൊക്കെ അവളോട് ഭയങ്കരമായി അച്ഛൻ മിങ്ങിന്റെ സംസാരം കേട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. മിങ് ഇങ്ങനെ ഒരു കാര്യം തന്റെ അച്ഛനോട് പറയുമെന്ന് പോലും അപ്പോ സു കരുതിയിരുന്നതല്ല. അവൾ അച്ഛനോട് തനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല. എന്നിരുന്നാലും അച്ഛന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്ന് പരിഹരിക്കാനായി അച്ഛനെ സഹായിക്കാനായി മിങ്ങിന് കഴിയും. മിങ്ങിനെ ആകുമ്പോൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കും. അച്ഛനൊരു പ്രശ്നം ഉണ്ടാവില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് നൽകുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്നല്ല സു പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്ന അച്ഛൻ മൊത്തം സ്വത്തും ഏറ്റെടുക്കാനായി തയ്യാറായ മിങ്ങിനോട് അതിൽ നിന്ന് കുറച്ച് പോർഷൻ മാത്രം തരാൻ തയ്യാറാണെന്ന കാര്യമാണ് അച്ഛൻ അറിയിക്കുന്നത്. മിങ്ങും അതിന് സമ്മതിക്കുന്നു. ഈ ഒരു ഡീലൊക്കെ തന്റെ ഹസ്ബൻഡ് തന്നോട് ചോദിക്കാതെ നടത്തിയത് സ്റ്റെപ്പ് മദർക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ സുവിന് എന്തോ ഒരു ഒളിച്ചുകളിയുള്ള കാര്യം മിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അവനോട് പറയാതെ അവൾ എവിടേക്കോ പോവുകയും ആരോടൊക്കെയോ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളാകട്ടെ രഹസ്യമായി തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതിനെപ്പറ്റി അവൾ മിങ്ങിനോട് സൂചിപ്പിച്ചിരുന്നില്ല. അങ്ങനെ അവനോട് ഒളിച്ച് അവൾ നടത്തുന്ന അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അവൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ അവൾക്ക് ഒരു പ്രശ്നം പറ്റുന്നു. അവളെ പലപ്പോഴും സ്റ്റെപ്പ് മദറിന്റെ വാക്ക് കേട്ട് ഉപദ്രവിക്കാനായി ശ്രമിച്ച അതേ ആൾ വീണ്ടും അവളെ ആക്രമിക്കാനായി വരുമ്പോൾ അവളെ ഫോളോ ചെയ്ത് മിങ് ആ സമയം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെടുന്നു. അവളെ സേഫായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നവൻ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവളുടെ അന്വേഷണത്തെ പറ്റിയെല്ലാം തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അവൾ അറിയിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും സഹായിച്ചതിനുള്ള പ്രതിഫലമായി അടുത്ത ദിവസം അവൻ എണ്ണിക്കുമ്പോഴേക്കും അവന്റെ ഫേവറേറ്റ് ഫുഡ് അവൾ തയ്യാറാക്കി വെച്ചിരുന്നു. രാവിലെ തന്നെ തന്റെ ഫേവറേറ്റ് ഫുഡ് തനിക്ക് ഇത്രയും കെയറായി ഒരാൾ ഉണ്ടാക്കി തരുന്ന ആ ഒരു കാഴ്ച അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഒരു പ്രത്യേക സ്നേഹത്തോടെ അവൻ ആദ്യമായി നോക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇങ്ങനെ പോയാൽ അവളെ താൻ ഇഷ്ടപ്പെട്ടു പോകുമെന്ന് അവൻ തിരിച്ചറിയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കുന്ന തന്റെ സ്റ്റെപ്പ് മദർക്ക് തന്റെ അമ്മയുടെ മരണത്തിൽ ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അതിനെപ്പറ്റി അവർക്കൊരു ബിസിനസ് ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ബാറിലെ വെറും വെയിട്രസ് ആയിരുന്ന അവർ അവിടെ വെച്ച് തന്റെ അച്ഛനെ മയക്കുകയും അച്ഛനുമായി റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അത് വെച്ച് തന്റെ അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അമ്മയെ മാനസികമായി തളർത്തി മെന്റലി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്ക് വരികയും അമ്മ അതിന് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് വീട്ടിലെ ജോലിക്കാരിയുടെ സഹായത്തോടെ സ്ലോ പോയിസൺ ആ മെഡിസിന് പകരം നൽകി അമ്മയെ കൊലക്കി കൊടുക്കുകയുമായിരുന്നില്ലേ എന്നല്ല സോ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞ് അവർ പല കാര്യങ്ങളും അവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. നിന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അമ്മ ജീവിച്ചിരിക്കെ തന്നെ ഞാനുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചത്. ഞാൻ ഈ കാര്യത്തിൽ തെറ്റുകാരിയാണ്, നിന്റെ അച്ഛനും തെറ്റുകാരൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവരും അവിടെ പലതും സംസാരിക്കുന്നു. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ലൈവായി റെക്കോർഡ് ചെയ്ത് മിങ് ആണെങ്കിൽ പുറത്തെത്തിക്കുന്നുണ്ട്. തുടർന്ന് സുവിന്റെ അച്ഛൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ അടുത്തേക്ക് എത്തി ആകെ കാലി തുള്ളുന്നു. കുടുംബത്തിന്റെ ഇമേജ് ഇങ്ങനെ തരിപ്പണമാക്കുന്ന രീതിയിൽ ഇവരിവിടെ പെരുമാറിയതിന്റെ പേരിൽ ആക്ച്വലി ഈ അച്ഛനെ അറിയില്ലായിരുന്നു. ഒരു ദിവസം ബാറിൽ വെച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ അദ്ദേഹം അവരോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് അവർ പിന്നീട് അദ്ദേഹത്തിന്റെ കുഞ്ഞ് അവരുടെ വയറ്റിലുണ്ടെന്നൊക്കെ ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ പിറകെ നടന്നാണ് അങ്ങനെ അദ്ദേഹത്തിന് അവരെ ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ സുവിന്റെ അമ്മയുടെ അടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി അവർ തന്നെ അച്ഛന്റെയും അമ്മയുടെയും ബന്ധം രണ്ടാക്കി. അമ്മ മരണപ്പെട്ട ശേഷം ഈ അച്ഛൻ ഒരു മോശപ്പേരും വരാത്ത രീതിയിൽ അതായത് തന്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മകളല്ല എന്ന് പുറം ലോകത്തെ അറിയിച്ചങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയായി മാറിയത്. എന്തു തന്നെയാണെങ്കിലും അച്ഛനിപ്പോ അവരപ്പോ അവിടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിൽ അവരോട് ഭയങ്കരമായ ദേഷ്യത്തിലാവുന്നുണ്ട്. ടെൻഷനായി അവരോട് ദേഷ്യപ്പെട്ട് അച്ഛൻ മാറിപ്പോയിരിക്കുമ്പോൾ സുവിനെ ആക്രമിക്കാനായി അവിടെ ഇതെല്ലാം കേട്ട് നിന്നിരുന്ന നീയാൻ ശ്രമിക്കുന്നു. അവൾ കത്തിയെടുത്ത് വീശുമ്പോൾ സുവിനെ പ്രൊട്ടക്ട് ചെയ്യാനായി മിങ് അതിന്റെ ഇടയിൽ കയറുകയും അവന്റെ കൈ ചെറുതായി മുറിയുകയും ചെയ്യുന്നു. ചെറിയൊരു മുറിവാണ്, ശകലം രക്തമേ പുറത്ത് എത്തുന്നുള്ളൂ. എന്നിരുന്നാലും ആ തുള്ളി രക്തം കണ്ട ഉടനെ അവന്റെ ബോധം പോകുന്നു. മിങ്ങിന് രക്തം കണ്ടാൽ ഉടനെ ബോധം കെടുന്ന ഒരു അസുഖമുണ്ടെന്ന കാര്യം അപ്പോഴാണ് വ്യക്തമാവുന്നത്. അങ്ങനെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് സു ആകട്ടെ അച്ഛൻ എന്നോടും അമ്മയോടും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ട സമയമാണിത്. എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്റെ സ്റ്റെപ്പ് മദർ. അത് അച്ഛന്റെ അറിവോടുകൂടിയും അല്ലാണ്ടും ഒക്കെ തന്നെയാണ്. അതിന് പരിഹാരമായി അച്ഛൻ അവരെ ഡൈവോഴ്സ് ചെയ്യണം. അതാണ് എന്റെ ആവശ്യം. അച്ഛൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മിങ്ങിന് കൺട്രോൾ ചെയ്യാനായി അച്ഛൻ നൽകിയിരിക്കുന്ന സ്വത്തുവകകളൊക്കെ തന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ മിങ് അവന്റേതാക്കി മാറ്റി പൂർണ്ണമായും. പിന്നെ അച്ഛൻ അതെല്ലാം നഷ്ടപ്പെടും. ഇപ്പൊ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനായി മിങ്ങിനോട് അച്ഛൻ ചോദിച്ച ഈ ഒരു സഹായം അച്ഛന് തന്നെ പാരയാവുന്ന രീതിയിൽ മാറ്റിമറിക്കാനായി എനിക്ക് കഴിയും. അതിനുള്ള അവസരം ഉണ്ടാക്കണോ വേണ്ടോ എന്ന് അച്ഛൻ തീരുമാനിച്ചോളാനായി സ്റ്റെപ്പ് മദറിനെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി വിടാനായി സു അച്ഛന് നിർദ്ദേശം നൽകുമ്പോൾ വേറെ വഴിയില്ലാതെ അദ്ദേഹം അപ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് സ്നേഹത്തിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഡിവോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നവർ പറയുമ്പോൾ ഇതൊക്കെ തൽക്കാലം നമ്മുടെ ഈ പ്രശ്നമൊക്കെ മാറിയ ശേഷം ഞാൻ വീണ്ടും നിന്നെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിരിക്കുമെന്ന് അച്ഛൻ അവരോട് പറയുന്നു. ഇപ്പോഴും സ്റ്റെപ്പ് മദറിനോട് അച്ഛൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന സു തന്റെ അമ്മയെ അച്ഛൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അച്ഛനെ ട്രാപ്പിലാക്കി ലൈഫിലേക്ക് കടന്നു വന്നതാണ് ഈ സ്റ്റെപ്പ് മദർ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഈ സ്റ്റെപ്പ് മദറാണ്. ജോലിക്കാരി
കൂട്ടുകാരിയുടെ സഹായത്തോടെ അമ്മയ്ക്ക് മരിക്കാനുള്ള മരുന്നുകൾ നൽകി. അച്ഛൻ അറിയാതെ അമ്മയെ പലപ്പോഴും കോൺടാക്ട് ചെയ്ത് അച്ഛനുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞ് അച്ഛന് നാണം കെടുത്തും അല്ലെങ്കിൽ അമ്മ ലൈഫിൽ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നത് ഈ സ്റ്റെപ്പ് മദറാണ്. അവരാണ് അമ്മയുടെ മരണത്തിന് ഒരേ ഒരു കാരണമെന്നത് അച്ഛന്റെ മുന്നിൽ തെളിവ് സഹിതം ഹാജരാക്കാനായി സുവിന് കഴിയുന്നു. ഇത്രയും ചെയ്തു കഴിയുമ്പോഴേക്കും അവൾ മെന്റലി ഭയങ്കരമായി തകരുന്നുണ്ട്. തന്റെ അമ്മ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നവൾ ആകെ അപ്സെറ്റായി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് മിങ്ങാണ് അവളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അവൾ അന്ന് വളരെ അപ്സെറ്റ് ആയിരുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഉറക്കമെണ്ണിക്കുന്ന അവൾക്ക് അമ്മയുടെ മരണത്തിന്റെ ആ ഒരു ട്രോമയിലൂടെ നഷ്ടപ്പെട്ട സംസാരശേഷി അവൾ പോലും അറിയാതെ ഇപ്പോൾ തിരിച്ചു വന്നിരുന്നു. അതോടുകൂടി അവൾ ആദ്യം സംസാരിക്കുന്നത് തന്നെ അവൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്ത് കൂടെയുള്ള മിങ്ങിനോട് തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഇടയിൽ മിങ്ങിന്റെ മുത്തശ്ശൻ അവനോട് അവളെ ഉപേക്ഷിക്കുന്ന കാര്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവനതിപ്പോ കാര്യമാക്കാതെ മുത്തശ്ശനോട് ഓരോ ഒഴിവുകിഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ സൂവിനെ പറ്റി മുത്തശ്ശന് ഒരു ഡൗട്ട് വരുന്നുണ്ട്. തന്റെ മകനുണ്ടായിരുന്ന അതേ കൈൻഡ് ഓഫ് ഒരു ഫുഡ് അലർജി സൂവിനുണ്ടെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ തന്റെ മകനും സൂവിന്റെ അമ്മയ്ക്കും ഇടയിൽ എന്തോ അഫെയർ പണ്ട് ഉണ്ടായിരുന്നു എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവളുടെ DNA ടെസ്റ്റ് നടത്താനായി തന്റെ സ്റ്റാഫിനെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ അതിന്റെ റിസൾട്ട് ലഭിക്കുമ്പോൾ ഇപ്പോ സൂ ആരുടെ മകളാണെന്നാണ് മുത്തശ്ശൻ കരുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ സൂവിന്റെ അച്ഛനായി ഇപ്പോൾ ആളെയാണ് മുത്തശ്ശൻ തന്റെ ശത്രുവായി കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ മകളല്ല സൂ, മറിച്ച് അവൾ തന്റെ മകന്റെ മകൾ തന്നെയാണെന്ന് മനസ്സിലാക്കി നേരെ മിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സൂവിനെ പറ്റിയുള്ള അവന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കാനായി തനിക്ക് താല്പര്യമില്ല എന്നത് മിങ്ങ് തുറന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെടുമെന്ന് അവൻ കരുതിയെങ്കിലും മുത്തശ്ശൻ വളരെ ഹാപ്പി ആവുന്നു. തന്റെ കൊച്ചുമകനായി വളർത്തുന്ന മിങ്ങ് യഥാർത്ഥത്തിൽ തന്റെ ഫാമിലിയുമായി ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാത്ത ആളാണെന്ന് മുത്തശ്ശൻ അറിയാലോ. അതുകൊണ്ട് തന്നെ മിങ്ങ് തന്റെ യഥാർത്ഥ കൊച്ചുമകളായ സൂവിനെ വിവാഹം ചെയ്താലും അതിൽ തെറ്റില്ല എന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുന്നു. ഇതേ ടീം മിങ്ങിന് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ അവന്റെ ലൈഫിലും കുട്ടിക്കാലത്ത് നടന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്തായാലും അതിലൊന്ന് അവന് പെട്ടെന്ന് സ്ത്രീകളോട് അടുത്തിടപെടാനായി സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായി അവന് ട്രീറ്റ്മെന്റിന് പോകാനായി മുത്തശ്ശൻ നിർബന്ധിക്കുന്നു. ഇതേ ടീം ഈ കാര്യത്തെ പറ്റി സൂവിനും അറിയായിരുന്നു. സൂവും മിങ്ങിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവന്റെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായി അവളും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ സഹായിക്കുന്നു. എപ്പോഴും അവന്റെ കൂടെ കൈ കോർത്ത് പിടിച്ചൊക്കെ അവൾ ഇരുന്ന ആ ഒരു തൊടുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായി ഹെൽപ്പ് ചെയ്യാണ്. അതിന്റെ ഇടയിൽ രണ്ടുപേർക്കും ഇടയിൽ അൺഎക്സ്പെക്ടഡ് ആയ ഒരു കിസ് നടക്കുന്നു. അതിനുശേഷം പരസ്പരം ഫേസ് ചെയ്യാനായി അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മിങ് ആകട്ടെ സൂവിന് ഒരു സർപ്രൈസ് ആയി റിംഗ് വാങ്ങാനായി പോകുന്ന ടീം ഗ്രോസറി ഷോപ്പിങ്ങിനായി സൂവും പുറത്തേക്ക് തനിയെ പോകുന്നു. ആ ടീം അവളെ സ്റ്റെപ്പ് മദർ കിഡ്നാപ്പ് ചെയ്യുകയും റിംഗ് വാങ്ങിച്ച് കടയിൽ നിൽക്കുകയായിരുന്ന മിങ്ങിനെ ആ കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മിങ് സൂവിനെ അന്വേഷിച്ചെത്തുമ്പോഴേക്കും സൂവിനെ കൊന്നു കളയുമെന്ന് സ്റ്റെപ്പ് മദർ മിങ്ങിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവളെ കൊല്ലാതിരിക്കാനായി അവർക്ക് പലതും അവൻ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവളെ കൊല്ലുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും അത് അവന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയതെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ സൂവിനെ ഉപദ്രവിക്കും മുന്നേ അത് തടയാനും അവരെ പോലീസിൽ ഏൽപ്പിക്കാനും മിങ്ങിന് സാധിക്കുന്നു. ആ ഒരു മൊമെന്റ് ആകെ പാനിക്കായിരുന്ന സൂവിനെ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് മിങ് പ്രപ്പോസ് ചെയ്യുന്നു. തുടർന്ന് അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നു. പക്ഷെ വിവാഹ ദിവസം എത്തും മുന്നേ മിങ്ങിന്റെ അങ്കിൾ സൂവിന്റെ അടുത്തെത്തി അവളുടെ DNA ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്നു. അതായത് അവൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫാമിലിയിലെ പെൺകുട്ടിയാണെന്നും അവളുടെ സഹോദരന്റെ സ്ഥാനത്താണ് മിങ്ങെന്നും അവനുമായുള്ള കല്യാണം നടക്കുന്നത് ശരിയല്ലെന്നും അവളെ പറഞ്ഞു തിരുത്തുമ്പോൾ അവൾ അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയാനായി മുത്തശ്ശന്റെ അടുത്ത് പോകുമ്പോൾ DNA ടെസ്റ്റ് റിസൾട്ടിന്റെ കാര്യം സത്യമാണെന്ന് മുത്തശ്ശനും പറയുന്നു. അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. തന്റെ സഹോദരനെയാണോ ഭർത്താവിന്റെ സ്ഥാനത്ത് താൻ കണ്ടതെന്ന് അവൾ ആകെ സങ്കടത്തിൽ ഇതെല്ലാം ഉപേക്ഷിക്കാനായി തീരുമാനിക്കുമ്പോഴേക്കും മിങ് അവളുടെ അടുത്തേക്ക് എത്തി ഇതൊന്നും സത്യമല്ലെന്നും അവളുടെ DNA ടെസ്റ്റ് റിസൾട്ടിന്റെ കാര്യം സത്യമാണെങ്കിലും താൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഫാമിലിയിലെ പയ്യനല്ലെന്നും തന്നെ വളർത്തിയ ഒരാൾ മാത്രമാണ് സൂവിന്റെ യഥാർത്ഥ അച്ഛനെന്നും അദ്ദേഹവുമായി തനിക്കൊരു ബ്ലഡ് റിലേഷൻ ഇല്ലെന്നും മിങ് അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. സൂവിന്റെ സ്റ്റെപ്പ് മദറെ പോലെ തന്നെ തന്റെ അങ്കിൾ ആള് ഭയങ്കര തരികിടയാണ്. സ്വത്ത് കൈക്കലാക്കാനായി ഏതറ്റം വരെയും പോവും. തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയ ശേഷം ഒരുപക്ഷെ മുത്തശ്ശനെ പോലും കൊന്നാണെങ്കിലും സ്വത്ത് കൈക്കലാക്കാനായി ഒരു മനസ്സാണ് അങ്കിളിനുള്ളതെന്ന് മനസ്സിലാക്കുന്ന മിങ് സൂവിന്റെ സഹായത്തോടു കൂടി മുത്തശ്ശനെ മുൻനിർത്തി തന്നെ അങ്കിളുടെ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു കൊണ്ടുവരികയും അങ്കിൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കിയോ ദ്രോഹിച്ചോ അങ്കിളിന് നേടാൻ സാധിക്കില്ല എന്നൊരു പാഠം അങ്കിളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയ ശേഷം സൂവും മിങ്ങും ഒന്നിച്ച് മുത്തശ്ശന്റെ കൂടെ നിന്ന് അവരുടെ കമ്പനിയും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രതീക്ഷ പോലെ തന്നെ തന്റെ അമ്മയുടെ സ്കൂളിൽ നിലനിർത്താനും അവിടെ ഒരു ടീച്ചറായി തുടരാനും സൂവിനും സാധിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പൊ ഒന്നിച്ച് നിൽക്കുന്ന കണക്ക് തന്നെ ലൈഫ് ലോങ് ഒന്നിച്ചുണ്ടാവാനായി തീരുമാനിച്ച് മിങ്ങും സൂവും ഒന്നിക്കുന്നതായി കാണിച്ചുകൊണ്ടും ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.